ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹസ്ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു പൗച്ചാണ്. നമ്മുടെ മക്കൾക്ക് പെന്നും പെൻസിലും സ്കെയിലും റബ്ബറെല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ച്. ഇത് ഭയങ്കര ഈസിയാണ്. അതിനായിട്ട് ടൈലർ മെഷീനൊന്നും വേണ്ട. സൂചി നൂലും കൊണ്ട് നമുക്ക് തുന്നി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുമ്പോൾ ജീൻസാണ്. ജീൻസ് തന്നെ വേണമെന്നൊന്നുമില്ല, കട്ടിയുള്ളൊരു തുണിയായാലും മതി. കനം കുറഞ്ഞ തുണിയാണെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും. അതുകൊണ്ട് കട്ടിയുള്ളൊരു തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ജീൻസിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്ററാണ്. ഇത് നമുക്ക് തുണികളെ ഒരുമിച്ച് വെച്ച് ചീത്ത ഭാഗത്ത് തുന്നി തുടങ്ങാം. അപ്പോൾ തുന്നുന്നത് എങ്ങനെയാണെന്നുള്ള ഡെമോ ഞാൻ മേലെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിൽ തുന്നിയെടുത്താൽ മതി. ഈ ഒരു സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ടൈലർ മെഷീനിൽ തുന്നിയെടുക്കുന്ന അതേ സ്റ്റിച്ചാണ് വരുന്നത്. തുന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നോട്ട് ചെയ്യണം. അപ്പോൾ ഈ തുന്നിയതിൻ്റെ ചീത്ത ഭാഗത്തൂടെ സൂചി നമ്മൾ എടുത്തിട്ടാണ് ഇത് നോട്ട് ചെയ്യുന്നത്. ഇതാവുമ്പോൾ ഈസിയാണ്, നന്നായിട്ട് നോട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ പൗച്ചിൻ്റെ ഒരു സൈഡ് തുന്നിക്കഴിഞ്ഞു. സൈഡ് ഭാഗം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത അതേ ലുക്കാണ്. ഇനി നമുക്ക് മേലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഒരു ഫോൾഡ് ചെയ്യുക, ഡബിൾ ഫോൾഡിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിൻ്റെ നല്ല ഭാഗം തുണിയുടെ നല്ല ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതേ സ്റ്റിച്ചാണ് ഞാൻ എല്ലാത്തിനും ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ആ തുണിയുടെ മേൽഭാഗത്തു നിന്ന് 1 ഇഞ്ച് ഇറക്കത്തിൽ സ്കെയിൽ വെച്ച് 2 ഭാഗം വരയ്ക്കാം. എന്നിട്ട് ആ സ്കെയിലിൻ്റെ ഒരു 1/2 ഇഞ്ച് കൂടുതലുള്ള ലെങ്ത്തിൽ വേണം ആ ഒരു തുണി മുറിച്ചെടുക്കാൻ. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ തുന്നിയെടുക്കണം. കാരണം ഇത് വള്ളി ഉപയോഗിച്ച് കെട്ടുന്ന പൗച്ചാണ്. അപ്പോൾ വള്ളി കെട്ടാനായിട്ട് ഈ ക്ലോത്തിൻ്റെ മിഡിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിഡിൽ നിന്ന് വെച്ച് തുടങ്ങണമെങ്കിൽ ഈ ക്ലോത്തിൻ്റെ 2 സൈഡ് നമ്മൾ മടക്കി ഒന്ന് തുന്നണം. അത് മുഴുവനും മുട്ടിക്കേണ്ട, കാരണം ആ ഭാഗം നമ്മൾ തുന്നിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും തുന്നിയതിന് ശേഷം ഇനി ആ ക്ലോത്ത്, ബാക്കി വരുന്ന ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ബാക്കി 2 സൈഡും കൂടി തുന്നിയെടുക്കാം. ഇപ്പോൾ എല്ലാ വശവും നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വള്ളി ഇടുന്ന ആ പോർഷൻ മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്യാൻ ബാക്കിയുള്ളൂ നമുക്ക്. അപ്പോൾ ഇതേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടില്ലേ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത അതേ സ്റ്റിച്ച് തന്നെയാണ് ഇത്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നല്ല വശം വരുന്നത്. ഇനി ആ ക്ലോത്തും കൂടി നമ്മുടെ പൗച്ചിൽ തുന്നി ചേർക്കണം. അപ്പോൾ എക്സസ് വരുന്ന ഭാഗം മുറിച്ച് കളയാൻ ശ്രദ്ധിക്കണം. പോരാത്തതിന് മടക്കി വെച്ച് തുന്നാനും മറക്കരുത്. ഇപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യേണ്ട പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേൽ വള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൗച്ച് കെട്ടി വയ്ക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അലങ്കാര പരിപാടികൾ വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ ഇതോ ഞാനിതിൽ വെള്ളി ഇട്ടിട്ടുണ്ട്. കൂടാതെ ഒരു ടൈ ഇട്ടിട്ട് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ വേറെ വല്ല ഷെല്ലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഞാൻ അതിൽ തന്നെ ആ പാൻറ്റിന് തന്നെ ഒരു പോക്കറ്റ് വെട്ടിയെടുത്തിട്ടുണ്ട്. അടിഭാഗത്തോട് കൂടിയിട്ടാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് മേൽഭാഗം ഒന്ന് മടക്കി തുന്നി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനത് മൊത്തത്തിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് തുന്നി ചേർക്കല ചെയ്യുന്നത്, ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് തുന്നി ചേർത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ ഈ പൗച്ചിൻ്റെ ബാക്ക് സൈഡിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പൗച്ചിൻ്റെ ഫൈനൽ ലുക്ക്, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സിമ്പിളാണ്, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പൗച്ചാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.